വിരലിന്റെ അടുത്ത് തേൻ ഒഴിച്ചിട്ട് ഉമ്മ വെക്കണം നല്ലതാണോ? പതുക്കെ പതുക്കെ പറഞ്ഞേ നല്ലതാണോ? എനിക്ക് ട്രൈ ചെയ്യാനാ. നല്ലതാണോ മൈനു? നല്ലതാണോ മൈനുട്ടി? ഇന്ന് കസ്റ്റമർ ഉണ്ടോ? 2 പേരുണ്ടായിരുന്നു. പൊളിക്കും. സൂപ്പറാ. അശോഭ ചേച്ചി പൊളിക്കും. ട്രൈ ചെയ്തിട്ടുണ്ടോ? എനിക്ക് ഇന്ന് ട്രൈ ചെയ്യണം. എനിക്കിന്ന് 4 കസ്റ്റമർ വരാൻ നോക്കിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്യണം. അയ്യോ അതറിയില്ല. നമ്മുടെ ഈ കാലില്ലേ, ഈ തേനില്ലേ, കുറച്ച് തേനെടുത്ത് നമ്മൾ ഇവിടെ തേക്കുക. ഇവിടെ അടി മേളില് ഇവിടെ ഇതിങ്ങനെ വായിൽ വെച്ച് കൊടുക്കണം. എന്റെ പൊന്നു ചേച്ചി ഇതൊന്നും അറിയില്ല. ഇതൊന്നും അറിയത്തില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യണം. ഇല്ല കേളെ മെറീസപ്പായന് ചേച്ചിക്ക് അറിയില്ലാന്ന്. അതിന്റെ പേര് വത്സനാണോ? കാല് നക്കുന്നതിന് വത്സനായിട്ട് പറയോ? അന്നായിരിക്കും. ഓ നാക്കും കൊണ്ട് നക്കുന്നതിന് ഫുള്ള് വത്സനായിട്ട് എന്നാ പറയാ. അല്ല ഞാൻ വിചാരിച്ചു വത്സരം ഇവിടെ മാത്രം നക്കുന്നതിന് എനിക്ക് വത്സരം വിചാരിച്ചേ. ഓ കാലുമേ നക്കുന്നതിന് വത്സരണ്ടെന്ന് പറയൂലേ? കാലൊരു ലഹരിയല്ലേ കേട്ടാ. കാലിൽ ഐസ്ക്രീം തേക്കണം ഇല്ല മൈനു? അല്ലേ മൈന് ഇച്ചിരി കുടിച്ചു മൂടായോ? എടാ തലക്ക് കിക്കാവുന്നടോ. ഇച്ചിരി കുടിച്ചോളൂ. അപ്പളേക്കും മരി കിക്കായി. ചേച്ചിക്ക് ഫുഡ് കഴിക്കാൻ തോന്നുന്നു. ഒരു കുളിരോ നീ ചേച്ചി? നല്ല കുളിര. ചിന്നുകുട്ടി ഇന്ന് എന്നെ തേൻ മേടിച്ചോ നെസ്റ്റോയില് പോയിട്ട്? ഭർത്താവ് ഹസ്ബൻഡ് ഫ്രീ അല്ലേ ചിന്നുകുട്ടിയെ? ഹസ്സിനോട് പറയണം. ഏട്ടാ എന്താ ചേട്ടനെ വിളി ചേട്ടാന്നാണോ വിളിക്കുന്നത്? അത് അച്ചായെന്നു. വിജി ഇപ്പോൾ ഫ്രീ ആണോ? ഒരു കുപ്പി വാങ്ങി വരട്ടെ? ഇന്ന് വന്ന പൊളിക്കും. നിനക്ക് നല്ല റെഡ് കിട്ടും. വേം പോരെ? ആ കുപ്പിയില് റെഡ് തന്നു വിടാൻ ഞാൻ. വേം പോരേട്ടാ. അച്ചായെന്ന് വിളിക്കുന്ന ഹസ്ബൻഡിനെ? അടിപൊളി. ഇന്ന് കുപ്പി മേടിച്ചോണ്ട് വരെ. ആ കുപ്പിയിൽ ഫുള്ള് നമുക്ക് തീർത്തിട്ട് കുപ്പിയിൽ വേറെ ഒന്ന് ഞാൻ നല്ല റെഡ് കളർ തന്നു വിടാം. ഇവിടെ ഉണ്ട്. ഓക്കെ കേട്ടോ? നീ പോരെ ചേട്ടോ. ഞാൻ നിനക്ക് ഇന്ന് റെഡ് അലോട്ടാണ്. നിനക്ക് ഞാൻ അങ്ങ് കുറെ ഒഴിച്ചങ്ങ് തരാം. നീ കൊണ്ടുവയ്ക്കോ, ഫ്രിഡ്ജിൽ വെച്ചോ. റൂം വാടക എത്ര? 4500 ദിർഹംസാണ്. ഞാൻ റിച്ചടാ റിച്ച്. നീ എവിടെ കിടക്കുന്നത്? വിജയ് എവിടെ കിടക്കുന്നത്? ഷോ അർഷാദ് വന്നീനോ ഇന്ന്? പിന്നെ അർഷാദ് എന്റെ സാമാനത്തിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു ഇത്ര നേരം. പോടാമേ ചേച്ചി ബ്ലോക്ക്. അച്ചായെന്നാ വിളിക്കുന്ന ചിന്നുകുട്ടി? അടിപൊളി. എനിക്കിഷ്ടല്ല അച്ചായെന്നൊന്നും വിളിക്കുന്നത്. എനിക്ക് ചേട്ടായിയോ ഇച്ചായാന്നോ അച്ചായെന്നൊക്കെ വിളിക്കണം. ഞാൻ റോഡിൽ. നീ റോഡിൽ ഇരുന്നോ? ആരെങ്കിലും നമ്മുടെ അച്ചായൻ പോയാ? അച്ചായൻ്റെ അണ്ടി അങ്ങനെ വരില്ല. അങ്ങനെ ഇടക്കിടക്ക് വരുന്ന മനുഷ്യർ സ്നേഹമില്ല. സ്നേഹത്തിൽ പോലും സംസാരിക്കില്ലല്ലേ? ഷോ അങ്ങനത്തെ ഒരു മനുഷ്യൻ. ജീവൻ പോയാലും എന്റെ വിജയ് വിട്ടു പോകില്ല. ഓ നീ പോകണ്ട. നിന്നെ ഞാൻ താഴെ കിടത്തും. നീ ചെയ്യോ? എന്ന് എങ്ങനെ കാല് നീക്കി വെച്ച് ഇതെങ്ങനെ വാട്ടി എന്താ ഇങ്ങനെ ഇവിടെയൊക്കെ ഇങ്ങനെ മെറീസ. ശരി മെറീസ വിട്ടു. മൈനോ ഇങ്ങനെ എന്താ കിങ് ഓഫ് ദുബായാ? കിങ് ഓഫ് ദുബായ് താഴെ ഇരിക്കും. ഓക്കെ നീ എന്റെ വേലക്കാരൻ. തേൻ എവിടെയോ ഒഴിക്കേണ്ടത്? വിജി നീ ഒരുപാടും ഉണ്ട്. വേണമെങ്കിൽ ഞാൻ ക്ലാസ് എടുത്തരാം. ഞാൻ ഇതിൽ മാസ്റ്റർ ഡിഗ്രി എടുത്തത്. വിജി പണി ഒരുപാട് ആണോ? വേണ്ട. മുഹമ്മദ് ആശാ ചേച്ചി തേൻ എവിടെ ഒഴിക്കണമെന്ന് അറിയാമോ? ചിലവര് തേൻ ഇവിടെ ഒഴിക്കും. പക്ഷെ അല്ല, തേൻ എന്താണെന്ന് അറിയോ? കാൽവിരലിലാണ് ആദ്യം ഒഴിക്കേണ്ടത്. കാലിക്കൂടി ഇങ്ങനെ പൊക്കി ഒഴിക്കണം. അത് രോഗമുള്ള കാല്. രോഗമുള്ള കാലിൽ വേണം ഒഴിക്കാൻ. ബിജി നീ മൂടാക്കല്ലേ? അയ്യോ ഞാൻ മൂടാക്കുന്നല്ല. ഞാൻ സത്യം പറഞ്ഞ എന്നിട്ട് ഇപ്പൊ പറയാം. പിന്നെ ഒഴിക്കുമ്പോ മുന്തിരിമ തേക്കണം. ഓക്കെ മുന്തിരിമ തേച്ചാലേ നല്ലത്. തേനേക്കാൾ നല്ലത് ഐസ്ക്രീമാ. തേനാകുമ്പോ വലിയും ചേച്ചി മുറുകും. പെയിൻ കിട്ടും. ഐസ്ക്രീം ആകുമ്പോൾ പൊളിക്കും. കുറച്ച് തണുപ്പും ഒലിച്ചൊലിച്ച പൊളിക്കും.
ആശുപ ചേച്ചി ഞാൻ പറയണോ എവിടെയൊക്കെ ആണെന്ന്? ഓ പിന്നെ ഇത്ര എന്നാ ശരി, ഓക്കെ കയ്യില് പറ. നീ എവിടെയൊക്കെ തേക്കും? ഭ്രാന്തിയാ? നിന്റെ ഉമ്മ ഭ്രാന്തി. എടാ, അയ്യോ, ചേച്ചി വിട്ടായി. അയ്യോ എനിക്ക് കേസ് ചെയ്യാൻ തോന്നുന്നു. ഞാൻ ഇക്കയോട് വരാൻ പറയട്ടെ, എനിക്ക് കേസ് ചെയ്യും. ഈ ലൈവ് കണ്ടാൽ തന്നെ മൂടാവും. അതെന്താ അങ്ങനെ? അയ്യോ ചേച്ചി ചേച്ചി എനിക്ക് വിട്ടായിച്ചേ. അയ്യോ തലയ്ക്ക് മൂടായി, തലപെരുക്കണു. ചേച്ചി തലക്ക് ചൂടായി. എടാ തല വെച്ച്. അയ്യോ തലയ്ക്ക് നല്ല ചൂടായി. ഞാൻ അയാൾ കയറി പറഞ്ഞ് ക്ഷമിക്കട്ടാ. ഒരെണ്ണ അടിച്ചത്, ഓരോരുത്തർ പകുതിയായിട്ടുള്ളൂ. ഒന്ന് കഴിക്കാഞ്ഞിട്ട് കഴിച്ചോണ്ടാവും. തലയ്ക്ക് മൂടെ വെക്കണം. ബീർ അടിച്ചോ? പൊളി. ആ ഒരെണ്ണത്തിന്റെ പകുതിയായിട്ടുള്ളൂ. എന്താ ചിന്നു കുട്ടി? അശ്വ ചേച്ചി അതെ. ആശുപ ചേച്ചിക്ക് അങ്ങനെയല്ലേ, നമ്മൾ ഫുഡ് കഴിക്കാണ്ടിരിക്കുമ്പം വെറും വയറ്റില് ബീർ അടിച്ചു കഴിഞ്ഞാണല്ലോ നല്ല മൂടായിരിക്കും. അതായത് തല ഇങ്ങനെ, നമ്മളിങ്ങനെ വർത്താനം പറയുമ്പം തല ഇങ്ങനെ പെരുകും. അതെ അല്ലേ? ആശുപത്രിക്ക് അങ്ങനെയല്ലേ? ഓ ഇന്ന് എനിക്കത് ഫീൽ ചെയ്യുന്നു. ഒന്ന് കഴിക്കാൻ കേട്ടോ, വെറും വയറ്റല്ലേ. നമുക്ക് ചെറിയൊരു റൊമാൻസ് മൂഡ് വരത്തില്ലേ? പക്ഷെ എന്താ എന്നോട് ബോയ്ഫ്രണ്ട് വന്നിട്ട് അല്ല, റെഡ് അലൗട്ട് അല്ലേ, ഒരു കഥയില്ല. യെസ്, ഇത് റെഡ് അലൗട്ടിൽ നല്ല മൂഡ് വരും കേട്ടോ, സത്യം. ഇവൻ ഏതാടാ ഈ വൃത്തിയായിട്ടവൻ? ഇത് പിടിച്ച് ഫുള്ളായി എന്ന് പറഞ്ഞ ഒരു പേരും കൂടി ഉണ്ട്. അതിന് വെച്ച് ഞാൻ നല്ല ഉറക്കം പറയുന്നു. അയ്യോ തോട് കഴിക്കാൻ എത്ര മെസ്സേജ്? എന്താ ഫോഹദ് കഴിക്കാൻ അതാ മെസ്സേജ് പൊങ്ങാത്തത്? ഓ ഫുഡ് കഴിക്കാന്ന്. മൈനോ ഇപ്പൊ എനിക്ക് മൈനിനെ കിട്ടിക്കഴിഞ്ഞാണല്ലോ, മൈന് ചത്ത്. ആശുപ ചേച്ചി, മൈനു ചേച്ചി വീടടിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ വെള്ളം മൂട്. മൈനു നിന്നെ എങ്ങാനും എന്റെ കൈ കിട്ടിക്കഴിഞ്ഞാണ്ടല്ലോ, നീ തിന്ന് പൊന്നെ എന്റെ കൊച്ചെ, നിന്റെ ഇക്കാക്ക മാറി നിൽക്കേണ്ടി വരും. അപ്പൊ മൈനു പറയാ ഈ ഇക്കാക്കയുടെ എനിക്ക് വേണ്ട, എനിക്ക് എന്റെ ബീച്ചേച്ചിനെ മതി എന്ന് പറയും. ഇപ്പൊ എന്റെ കൈ കിട്ടിയാൽ ഈ മൂടിൽ പൊളിച്ചു. സോ അയ്യോ ചത്ത് ആശപ ചേച്ചിയും ചാവും. ആശപ ചേച്ചി മെറിസ് ആരും എന്നാലും ചാവും. അത് പച്ചായനായാലും ശരി, ജമ്മു ആണെങ്കിലും ശരി, രണ്ടുപേരും ചാവും. എനിക്കാരും മെസ്സേജ് അയക്കണ്ട. ഈ നമ്പറിൽ ഞാൻ ബയോ നമ്പർ ചെയ്ത് വെക്കാം. ഇതിനുകൊണ്ട് ഒരു വോയിസ് വന്നു. പക്ഷെ ഈ 2 ദിവസത്തേക്ക് പറ്റില്ല കേട്ടോ. ഓക്കെ, 2 ദിവസത്തേക്ക് ഞാൻ വോയിസ് വന്നു. അപ്പൊ പൊളിച്ചു.